സിംഗപ്പൂർ ഉപഗ്രഹവുമായി PSLV C-55 റോക്കറ്റ് ഇന്ന് വിക്ഷേപിക്കും. PSLV ഓർബിറ്റർ എക്സ്പെരിമെന്റർ മൊഡ്യൂൾ അഥവാ POM-2 എന്ന് പേരിട്ടിരിക്കുന്ന സംവിധാനത്തിൽ ബഹിരാകാശ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട പുതിയ കണ്ടെത്തലുകളുടെ പരീക്ഷണ നിരീക്ഷണങ്ങളാണ് നടത്തുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസിന് സഹായത്തോടെയാണ് POM-2 ഒരുക്കുന്നത്. 2021 തൈബോൾട്ട് 1, തൈബോൾട്ട് 2 എന്നീ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച സ്ഥാപനമാണ് ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പ് സംരംഭമായ ധ്രുവ് സ്പേസ്. ഇന്നുച്ചയ്ക്ക് 2:19 PSLV C-55 വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ നിലയത്തിലാണ് നടക്കുക. റോക്കറ്റിന്റെ ഘടകഭാഗങ്ങൾ ഒരിടത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിന് പകരം വ്യത്യസ്ത ഘട്ടങ്ങളുടെ ഘടകങ്ങൾ വ്യത്യസ്ത സ്ഥലത്ത് കൂട്ടിയോജിപ്പിച്ച് നടത്തുന്ന ആദ്യ വിക്ഷേപണമാണിത്. വിക്ഷേപണത്തിന് തയ്യാറെടുക്കാൻ വേണ്ട സമയം കുറയ്ക്കാൻ ഇതുവഴി കഴിയും. സിംഗപ്പൂർ സർക്കാരും ST എഞ്ചിനീയറിംഗും ചേർന്ന് നിർമ്മിച്ച 741 കിലോഗ്രാം ഭാരമുള്ള ടെലിയോസ് 2 ഉപഗ്രഹവും സിംഗപ്പൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫോകോം റിസർച്ച്, സിംഗപ്പൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള സാറ്റലൈറ്റ് ടെക്നോളജി സെന്റർ എന്നിവ ചേർന്ന് വികസിപ്പിച്ച 16 കിലോഗ്രാം ഭാരമുള്ള ലൂംലൈറ്റ് 4 ഉപഗ്രഹവുമാണ് വിക്ഷേപിക്കുന്നത്. കാലാവസ്ഥാ പ്രവചനത്തിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും വേണ്ട ഭൗമ നിരീക്ഷണത്തിനാണ് ടെലിയോസ് 2 ഉപയോഗിക്കുക. മാരിടൈം സുരക്ഷാ സംവിധാനം ഒരുക്കാനാണ് ലൂംലൈറ്റ് 4 ഉപഗ്രഹം. ഭൂമിക്ക് ചുറ്റും ഇനി എത്ര പോളാർ ഭ്രമണപഥങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കണ്ടെത്താനാണ് POM ഉപയോഗിക്കുക. റോക്കറ്റ് അസംബ്ലിംഗ് രീതിയിലെ മാറ്റമാണ് PSLV C-55 പ്രത്യേകത. വിക്ഷേപണ തറയിൽ വെച്ച് റോക്കറ്റിനെ അസംബിൾ ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി PIF എന്ന പുതിയ കേന്ദ്രത്തിൽ പകുതി ഭാഗങ്ങൾ അസംബിൾ ചെയ്ത ശേഷം ലോഞ്ച് പാഡിൽ എത്തിക്കുന്നതാണ് പുതിയ രീതി. ഒരു റോക്കറ്റ് വിക്ഷേപണത്തിനായി തയ്യാറെടുക്കുമ്പോൾ മറ്റൊരു റോക്കറ്റിനെ അസംബിൾ ചെയ്യാനാകും. ഇതിലൂടെ ലോഞ്ചുകൾ തമ്മിലുള്ള ഇടവേള ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. സയൻസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.